ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സബ്രീന. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളോട് ബാക്കി വന്ന സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, പൊട്ടിയതും പൊളിഞ്ഞതും ആയിട്ടുള്ള അങ്ങനത്തെ ഷീറ്റും പിന്നെ 2 മുട്ടയും കൊണ്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഒരു മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ചിക്കനൊക്കെ മുമ്പേ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് 2 പീസ് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഞാനിവിടെ മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതിലോട്ട് സവാളയാണ് ചേർക്കുന്നത്. 4 സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റി ബ്രൗൺ കളർ ആവണമെന്നില്ല, അതൊന്ന് വാടി വന്നാൽ തന്നെ മതി. അപ്പോൾ അത് ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയുടെയും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിതാ പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ലോണം ചതച്ചെടുത്ത പച്ചമുളക്, അതൊരു 12 പീസോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്നാക്കിനൊക്കെ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഒരു 12 പീസോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റുന്ന സമയത്ത് നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിൻ്റെ ഒക്കെ കളർ കുറച്ച് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ. ഏത് മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഗരം മസാല ആയാലും അത് മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലി അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ചിക്കനും ഇട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല നമുക്ക് ഏതൊരു സ്നാക്കിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സമൂസക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് വെജിറ്റബിൾസും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ നമ്മുടെ സമൂസ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് കീറിയതാണ് കേട്ടോ. നമുക്ക് ഇതിനെ കൊണ്ട് വേറെ യൂസൊന്നും ചെയ്യാൻ പറ്റില്ല, സമൂസയൊന്നും ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതൊന്നും വേസ്റ്റ് ആക്കാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലത്തെ എല്ലാതാണ് കേട്ടോ. ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് നമ്മൾക്കിതാ 2 മുട്ട മതി. 2 മുട്ടയിലോട്ട് 1/2 കപ്പോളം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സമൂസ ഷീറ്റ് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഹാർഡായിട്ട് ഉണങ്ങിയ പോലത്തെ സമൂസ ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലത്തേതാണെങ്കിൽ നമ്മളിത് കുറച്ച് സമയം ഈ ഒരു മുട്ടയുടെ കൂട്ടിലോട്ടൊന്ന് മുക്കി വെച്ചാൽ തന്നെ മതി കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വേണ്ട പോലത്തെ അതുപോലെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലോട്ട് കുറച്ചൊന്ന് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാ ഭാഗത്തും ആ ഒരു ഓയിൽ ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്, നല്ല രീതിയിൽ ഇളകി കിട്ടാനും അടിയിൽ പിടിക്കാതിരിക്കാനും ഒക്കെ. അപ്പോൾ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷീറ്റ് ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നമ്മൾ ഈ സമൂസ ഷീറ്റ് കൊണ്ടും ഇങ്ങനെ ചെയ്യാം. നല്ല ഈസിയാണ്, ടേസ്റ്റും നല്ലുണ്ട്. നല്ല തിന്നായിട്ടുള്ള ലെയറായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര മാത്രം വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ മസാല ഇടാം.
ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എത്ര ലെയർ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. നമ്മുടെ ചട്ടിപ്പത്തിരി പോലെ തന്നെ ആ ഒരു ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതാ ബാക്കിയുള്ളത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 ലെയർ വരെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്ന ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട വെച്ചിട്ടാണ് ചെയ്തത്. 2ഓ 3ഓ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 2 മുട്ട തന്നെ ധാരാളം. അപ്പോൾ പിന്നെ നമ്മളിതിൽ ചെയ്യാനുള്ളത് ആ ഒരു സൈഡൊക്കെ പൊങ്ങിയിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഷീറ്റ് വെച്ചത് കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് താഴോട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒരു മുട്ടയുടെ ഫില്ലിങ്ങിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആയിക്കിട്ടും. നല്ല രീതിയിൽ മുട്ടയുടെ ആ ഒരു ഫില്ലിങ്ങെല്ലാം എല്ലാ ഭാഗത്തേക്കും പോയിക്കോളും അതിൻ്റെ ഗ്യാപ്പിലൊക്കെ. ഇനി അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. നല്ല ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട്. സൈഡെല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ടിട്ടും കൂടി ഒന്ന് മുകൾ ഭാഗവും കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ഈസിയാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ. ഇനി നമ്മൾക്ക് ദോശയോ ചപ്പാത്തിയോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ഈസിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.